ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഇന്നലെ പോയതാണ്. നിരണത്താണ് വീട്. അപ്പോൾ അവിടുന്ന് അമ്മ തിരിച്ച് വരും. അമ്മ അപ്പോൾ പൊടിയാടിയിൽ വരെ ഓട്ടോയിൽ വന്നിറങ്ങും. അവിടുന്ന് അമ്മയെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഡ്രൈവിങ്ങൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കൊച്ചിലെയൊക്കെ സൈക്കിളും സ്കൂട്ടറും ഒക്കെ പഠിക്കാൻ എൻ്റെ ബ്രദർ എന്നെ പഠിപ്പിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ എത്ര പറഞ്ഞു തന്നാലും പഠിക്കത്തുമില്ല. അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി ഇടിക്കുകയും മതിലയിലൊക്കെ കൊണ്ടുപോയി ഇടിച്ച് സ്കൂട്ടർ കാലേ വീണ് കാലിന് നീര് വെച്ച് പിന്നെ ചതവൊക്കെ ഉണ്ടായി 3-4 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് സൈക്കിളും സ്കൂട്ടറും ഒന്നും പറ്റത്തില്ലെന്ന്. ഇനി കുഞ്ഞിലേ മുതലേക്കെ ഉണ്ടല്ലോ, ഈ ലേഡീസൊക്കെ കാർ ഓടിച്ചു പോകുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇത് തോന്നും, ആരാധന തോന്നും അവരോടൊക്കെ. ഇവരൊക്കെ എങ്ങനെ ഇത് ഓടിക്കും, എനിക്ക് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേ. അപ്പം ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് മോളുടെയൊക്കെ അവസ്ഥകൾ ഇങ്ങനെ ആയി. അവളുടെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ കോട്ടയത്തോട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. അപ്പോൾ എവിടെയെങ്കിലും സ്കൂളിൽ പോകണമെങ്കിലും തെറാപ്പികൾക്ക് പോകണമെങ്കിലും എല്ലാം ഈ പിന്നെ ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ താമസിച്ചെടുത്തു നിന്ന് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബാഗും പിടിച്ച് അവളുടെ കൈയും പിടിച്ച് ഒക്കെ നടന്ന് ഓട്ടോ കിട്ടുന്നിടം വരെ നടന്നു പോവുക. തിരിച്ചിങ്ങോട്ട് വരുമ്പം ഓട്ടോ സ്റ്റാൻഡ് വരെ നടന്നു വന്ന് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നൊക്കെ എൻ്റെ മോൾക്ക് ഒരിടത്ത് നിന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യാനോ ഒന്നുമുള്ള ക്ഷമയൊന്നുമുള്ള കുഞ്ഞല്ലായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനുമായിരുന്നു. പിന്നെ ഹസ്ബൻഡാണെങ്കിലും പുറത്താണ്. അത് കാരണം എനിക്ക് തന്നെ മാനേജ് ചെയ്യണമായിരുന്നു ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ മോക്കാണെങ്കിൽ കാറിൽ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പഠിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡോട് ഞാൻ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, ധൈര്യമായിട്ട് ഇറങ്ങും, തന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ഒരു ധൈര്യമൊക്കെ കിട്ടി. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണം. അച്ഛനൊരു ആശാനെയൊക്കെ ഏർപ്പാടാക്കി തന്നു. ഞാൻ പേടിച്ച് വിറച്ച് ഏതായാലും ആശാനോട് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ്, ആശാൻ്റെ കൈപുണ്യം കൊണ്ടായിരിക്കും ഞാൻ 1 മാസം കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ഞാൻ പിന്നെ തിരുവല്ല ചങ്ങനാശ്ശേരി റൂട്ടൊക്കെ ഓടിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ആശാന് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കോട്ടയത്തും ഇതുപോലെ ഭയങ്കര തിരക്കുള്ള റോഡൊക്കെ അല്ലേ, അവിടെ ഒരു ആശാനെ ഏർപ്പാടാക്കി. അവിടെയും പിന്നെ ഒരു മാസം ഒന്ന് കൈ തെളിയാനായിട്ടൊക്കെ ഓടിച്ചു. കയറ്റവും ഇറക്കമൊക്കെ ഓടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രൈവിങ് പിന്നെ ലൈസൻസൊക്കെ കിട്ടി. ഒക്കെ സന്തോഷമായിട്ട് ഇത് ഏറ്റെടുത്തു. ഇപ്പോഴെനിക്ക് സ്കൂട്ടർ ലൈസൻസ് ഒന്നും ഇല്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാനതൊന്നും ഇപ്പോൾ ഓടിക്കത്തില്ല. ഇപ്പം അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ എനിക്ക് കാർ ഡ്രൈവിംഗ് പഠിച്ചത് കൊണ്ട് എനിക്ക് വലിയ സൗകര്യമായി. പിന്നെ മോക്കാണെങ്കിലും അവളുടെ കാര്യങ്ങൾക്കൊക്കെ പോകാൻ വെയിറ്റ് ചെയ്യണ്ട, അവളെ കൊണ്ട് പോകുക, കാര്യം കഴിയുക, തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ഒരു വലിയ പിന്നെ ആശ്വാസമായി ഡ്രൈവിംഗ് പഠിച്ചത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എന്നെപ്പോലുള്ള എൻ്റെ കുഞ്ഞിനെ പോലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിന് തെറാപ്പികൾക്കൊക്കെ പോകുമ്പം ഓട്ടോയിലായിരുന്നു പോകുന്നത്. ഇപ്പം ഞങ്ങൾ കാറുണ്ടായിരുന്നപ്പം പിന്നെ കാറിൽ എല്ലാവരും കൂടെ ഇടിച്ച് തള്ളി കയറി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ സൗകര്യമായിരുന്നു. മോൾക്ക് പിന്നെ കാറിൽ ഫ്രണ്ട് സീറ്റിലിരിക്കാനാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾക്ക് ബാക്കിലിങ്ങനെ തെള്ളിയിരിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കാണാം, സന്തോഷമായിട്ടിരിക്കാം. അതുകൊണ്ടിപ്പോൾ തന്നെ കണ്ടോ ഫ്രണ്ടിലായിരിക്കുന്നേ, സന്തോഷമാണ്. ഇങ്ങനെ യാത്രയൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ തെറാപ്പികൾക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കാറിലിങ്ങനെ ഇതൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വലിയ സമാധാനം സന്തോഷമൊക്കെ ഉള്ള കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ദുഃഖം അനുഭവിച്ച് അതൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കരപറ്റിക്കാനായിട്ട് കിടന്ന് ശ്രമിക്കുമല്ലേ. അപ്പം ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വണ്ടിയെ പോവുക, പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കാറിൽ പോവുക, അതൊക്കെ ഒരു വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. അവരൊക്കെ പറയും നീ ഡ്രൈവിംഗ് പഠിച്ചത് കൊണ്ട് വലിയൊരു ആശ്വാസമായി എന്നൊക്കെ പറയും.
അങ്ങനെ എന്ത് മനസ്സിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ടിരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊക്കെ നല്ല റിലാക്സേഷൻ, നമ്മൾ അതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ട് കാറ് പഠിക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അവരൊക്കെ ഞാൻ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുവേ. ഞാൻ പറയുന്ന കാറ് പഠിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പം എൻ്റെ അമ്മ അവരെയൊക്കെ ഉപദേശിക്കുന്നതാണ്, ഇവള് പഠിച്ചില്ലേ അപ്പം നിങ്ങൾക്ക് എന്തായാലും പറ്റുമെന്ന്. കാരണം ഇത്രയും പേടിച്ചൂറിയായി ഇവള് അത് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറയും അമ്മ. അപ്പോൾ അതുപോലെ എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഓടിച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോഴുണ്ട് കാർ എടുത്തിട്ട് രാത്രിയൊക്കെ ആകുമ്പം കാറിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഇങ്ങനെ നോക്കും കാറിലോട്ട്. കാരണം ഞാനിത് പഠിച്ചെടുത്തോ, എനിക്ക് സംശയമാണ്. അത്ര പോലും എനിക്കൊരു ഭയമുള്ള, എൻ്റെ ബ്രദറൊക്കെ പറയും, എൻ്റെ അച്ഛനും ഒക്കെ പറയും ഇവള് പഠിച്ചെടുത്തല്ലോ എന്ന് അമ്മ പറയും, അച്ഛൻ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ പേടിച്ചൂറിയായിരുന്നു. പക്ഷെ ഞാൻ അതെങ്ങനെയൊക്കെയോ എൻ്റെ എനിക്ക് കിട്ടിയ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ചില നേട്ടങ്ങളിലൊരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയത്.